ഹലോ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോരാ, ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുവാൻ കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ചാൽ രാവിലത്തെ വിശേഷങ്ങളൊക്കെ തന്നെയാണ് എന്നും കാണിക്കണ പോലെ. രാവിലത്തെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പതിവ് പോലെ തന്നെ രാവിലെ നേരത്തെ അല്ല, ഇന്ന് കുറച്ച് വൈകിട്ടുണ്ട്. ഒരു 5:45 6 മണിയൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ 5:30 ആകുമ്പോൾ എണീക്കണതാണ്. ഇപ്പോൾ ഏകദേശം 6 മണിയൊക്കെ ആയിരുന്നു എണീറ്റപ്പോൾ. അപ്പോൾ നീച്ച പടന്നെ വേഗം അടുപ്പൊക്കെ കത്തിച്ച് ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലോ, ഞാൻ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ സൗണ്ടിന് വല്ല വ്യത്യാസം തോന്നും കേട്ടോ. കാരണം ചെറുതായിട്ട് ജലദോഷമൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്വാസം മുട്ടുന്ന പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. അങ്ങനെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ട് പിന്നെ ഞാൻ വേഗം മീൻ ഉണ്ടായിരുന്നു. മീൻ തലേ ദിവസമായിട്ടും കൊണ്ടുവന്നത്, പണിമാറ്റി വരുമ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് വേഗം വെള്ളത്തിലിട്ട് വെച്ചിട്ടോ. എന്നാലേ പിന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും അതിൽ ഐസൊക്കെ പോയിട്ട് നന്നാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 2 തരം മീനുണ്ട്. ഒന്ന് കൂന്തളും പിന്നെ മത്തിയാണ്. ഞാൻ കൂന്തളൊന്നും കഴിക്കില്ല കേട്ടോ. ഞാൻ ആ ഐറ്റംസ് ഒന്നും കഴിക്കാറില്ല. കൂന്തൾ, ചെമ്മീൻ, ഞണ്ട് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഞാൻ കഴിക്കില്ല. അപ്പോൾ എനിക്കായിട്ട് കുറച്ച് മത്തി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും ഞാൻ വെള്ളത്തിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് ഐസ് പോകാൻ. അങ്ങനെ പിന്നെ ഞാൻ കറി വയ്ക്കാൻ നോക്കുകയാണ്. കറി വയ്ക്കുകയാണ്, സാമ്പാറാണ് ഇന്ന് കറി വയ്ക്കണത്. അപ്പോൾ അതിലേക്കുള്ള കഷ്ണങ്ങളും എല്ലാം അരിഞ്ഞ് എടുക്കാൻ കേട്ടോ. പിന്നെ അധികം കഷ്ണങ്ങളൊന്നുമില്ല. വെണ്ടയ്ക്കയും മുരിങ്ങക്കായും തക്കാളിയും കിഴങ്ങും അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതുമല്ല, ഞാൻ അതൊക്കെ അരിഞ്ഞ് കഴിഞ്ഞ് കുക്കറിൽ അടുപ്പത്ത് വയ്ക്കാൻ നോക്കുമ്പോഴാണ് പരിപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്ന് പരിപ്പില്ലാതെയാണ് ഇപ്പം ഒന്ന് സാമ്പാർ വയ്ക്കുന്നത്. ഏതായാലും അരിഞ്ഞില്ലേ, ഒന്നെങ്കിൽ പിന്നെ അങ്ങനെ വെക്കാമെന്ന് കരുതി. പരിപ്പില്ലാതെ വയ്ക്കുമ്പോൾ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഏതായാലും ഇനി വേറൊന്നും അരിയാൻ നിൽക്കാനുള്ള ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ വെച്ചു. പരിപ്പില്ലാതെ ഞാനത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. സാമ്പാറാണെങ്കിൽ രാവിലെയും ഉച്ചയ്ക്കും രാത്രിയൊക്കെ കഴിക്കാമല്ലോ. അങ്ങനെയാണ് ഞാൻ സാമ്പാർ വയ്ക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ പൊടികൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ പാത്രം അവിടെ കഴുകി വെച്ചിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞത് ഞാൻ വേഗം ഇതിലേക്ക് ആക്കി വയ്ക്കുകയാണ്. ഇവിടെ ഇങ്ങനെ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് ഒക്കെ ഇങ്ങനെ വാങ്ങിയിട്ട് പൊടിപ്പിച്ച് വയ്ക്കുക ചെയ്യുക കേട്ടോ. എല്ലാം വാങ്ങി കഴുകി ഉണക്കി പൊടിപ്പിച്ച് വയ്ക്കുകയാണ് ചെയ്യുക. അല്ലാതെ പാക്കറ്റിൽ അങ്ങനെ വാങ്ങാറില്ല. ഇപ്പോൾ തീരെ ഇല്ല, പെട്ടെന്ന് അങ്ങോട്ട് കഴിഞ്ഞു വിചാരിച്ചാൽ മാത്രമേ പാക്കറ്റ് അങ്ങോട്ട് വാങ്ങുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാം പൊടിപ്പിച്ച് വയ്ക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ പിന്നെ നമുക്ക് എളുപ്പമാണല്ലോ അല്ലേ എടുക്കാൻ. അങ്ങനെ സാമ്പാറിലേക്കുള്ള പൊടികളും പിന്നെ പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് സാമ്പാർ പൊടി ഇടും ഞാൻ. കായും അതൊക്കെ ഇട്ടിട്ട് ഞാൻ സാമ്പാറിനുള്ളത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് അവിടെ വെള്ളം തിളച്ചിരുന്നു. അപ്പോൾ അതിലേക്കുള്ള അരി ഞാൻ കഴുകിയിട്ടു. ഇനി അതവിടെ കിടന്ന് വെന്തോളും. ഇനി നമ്മളിടയ്ക്കൊന്ന് പോയി ഇളക്കി നോക്കിയാൽ മതി. പെട്ടെന്ന് വേവണതാണ്, അപ്പോൾ ഇടയ്ക്ക് ഒന്ന് പോയി നോക്കണം. പിന്നെ തലേ ദിവസം ഞാൻ അരിയൊന്നും വെള്ളത്തിലിട്ടിരുന്നില്ല. പിന്നെ മറ്റേ അരിപ്പൊടിയും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കൊണ്ടുവരാൻ പറയാൻ മറന്നു. അപ്പോൾ ഞാൻ എന്ത് കാട്ടി, കുറച്ച് പച്ചരി ഉണ്ടായിരുന്നു, പച്ചരി എടുത്ത് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചു. അപ്പോൾ എന്നാൽ അരച്ചിട്ട് ദോശ ഉണ്ടാക്കാമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ അതിനുള്ള അരി അരയ്ക്കുകയാണ്. സത്യം പറഞ്ഞാൽ മറന്നതാണ് ഞാൻ. അരി ഇടാൻ ഞാൻ മറന്നു. അതുപോലെ അരിപ്പൊടി മേടിച്ചുകൊണ്ട് വരാൻ പറയാനും ഞാൻ മറന്നു. വന്നു കഴിഞ്ഞൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത്.
അയ്യോ ഇങ്ങനെ ആളുണ്ടാക്കാൻ പൊടിയില്ലല്ലോ എന്നുള്ളത്. പിന്നെയാണ് പച്ചരി ഉള്ളത് ഓർമ്മ വന്നത്. അപ്പോൾ പിന്നെ ഞാൻ വേഗം പച്ചരി എടുത്ത് വെള്ളത്തിലിട്ടു. എന്നാൽ പിറ്റേ ദിവസം രാവിലെ അരച്ചാൽ ദോശ ഉണ്ടാക്കാമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പച്ചരി ഇങ്ങനെ അരക്കുകയാണ്. അങ്ങനെ അരച്ച് കഴിഞ്ഞിട്ട് ഞാൻ തേങ്ങ പൊളിക്കാൻ പോയിട്ട്, സത്യം പറഞ്ഞാൽ പാലടുപ്പത്ത് വെച്ച ഓർമ്മ എനിക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ തേങ്ങ പൊളിക്കാൻ പോയി. ഞാൻ സിമ്മിലാക്കി വെച്ചിരുന്നു, പക്ഷെ ഞാനത് അടച്ച് വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അത് തിളച്ച് പോയി, കുറച്ചേ പോയുള്ളൂ, അതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. അത് പോയ പാടന്നെ ഗ്യാസ് ഓഫ് ആവുകയും ചെയ്തു. പിന്നെ അധികം പോയില്ല. അപ്പോൾ പിന്നെ ഞാൻ വേഗം അവിടെ ഉള്ളതൊക്കെ അങ്ങോട്ട് പോയതൊക്കെ വേഗം ക്ലീൻ ചെയ്തെടുത്തു. ഇല്ലാന്നുണ്ടെങ്കിൽ അത് അവിടെ ഉണങ്ങി പിടിച്ചാൽ പിന്നെ അത് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാകും. അപ്പോൾ ഞാൻ അപ്പം തന്നെ ഗ്യാസിന് മുകളിൽ പോയതും അതിൻ്റെ അടിയിൽ പോയതൊക്കെ ഞാൻ വേഗം തുടച്ചെടുത്തു. പിന്നെ ഞാൻ തേങ്ങ കൊടുന്നത് പൊട്ടിച്ചിട്ട് ചിരകാണ് കറിക്കുള്ളത്. അപ്പോൾ പിന്നെ പൊട്ടിച്ചപ്പോഴത്തെ വെള്ളം വലിയ മധുരമൊന്നും ഉണ്ടായിരുന്നില്ല, അത് ഞാൻ കുടിച്ചിട്ട് പിന്നെ വേഗം ചിരകി. അങ്ങനെ തേങ്ങ വറുക്കുകയാണ്. തേങ്ങ വറുക്കണതിൽ കുറച്ച് വെളുത്തുള്ളി, ഉലുവ, ചെറിയ ഉള്ളി ഇട്ടിരുന്നു. വേപ്പിൻ്റെ ഇല ഉണ്ടായിരുന്നില്ല, പൊട്ടിച്ചതുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും അത് പൊട്ടിക്കാൻ പോകാൻ വയ്യ, അതുകൊണ്ട് പിന്നെ ഞാൻ വേപ്പിൻ്റെ ഇല ഇട്ടില്ല. ഞാൻ പിന്നെ മാത്രമായിട്ട് അതിനെ വറുത്തു. അതിൻ്റെ ഇടയിൽ കൂടെ കൂന്തലിങ്ങനെ നമ്മൾ ഇങ്ങനെ ഫ്രൈ ആക്കില്ലേ, ഫ്രൈ അല്ല, ചിക്കൻ കറി പോലെ വയ്ക്കൂലേ, അതുപോലെ വയ്ക്കാനാണ്. അപ്പോൾ അതിലേക്കുള്ള ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയും തക്കാളിയൊക്കെ നന്നാക്കി വയ്ക്കാൻ കേട്ടോ. അത് അമ്മ അവിടെ നന്നാക്കി തരുന്നുണ്ട്. മീനൊക്കെ അമ്മയാണ് നന്നാക്കി തരല്, അതുകൊണ്ട് പിന്നെ വേഗം പണി കഴിയും. അപ്പോൾ അത് നന്നാക്കി വരുമ്പോഴേക്കും ഇവിടെ ഈ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. അടുപ്പ് ഒഴിയുമ്പോഴേക്കും നമുക്ക് വേഗം ആക്കാം. അങ്ങനെ അതാ തേങ്ങ ആയപ്പോൾ പിന്നെ ഞാനത് വേഗം പ്ലേറ്റിലേക്ക് മാറ്റി. എന്നാൽ ചൂടാറിയാൽ നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കാമല്ലോ. മറ്റേത് ആ ചട്ടി തന്നെ ഇങ്ങനെ വയ്ക്കുമ്പോൾ ചൂടാറാൻ ബുദ്ധിമുട്ടാവും. അങ്ങനെ ഞാൻ ആ ചട്ടി തന്നെ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് വെണ്ടയ്ക്ക ഉണ്ടായിരുന്നല്ലോ, വെണ്ടയ്ക്ക് ഞാൻ ഒന്നും കൂടി വാട്ടി എടുക്കുകയാണ് കേട്ടോ. അല്ല, വാട്ടായതിട്ട വെണ്ടയ്ക്കയുടെ കൊഴുപ്പും അങ്ങനെ ഉണ്ടാവുക സാമ്പാറിൽ, അപ്പോൾ അതൊരു വലിയ ടേസ്റ്റ് ഇല്ലാത്ത പരിപാടിയാണ്. അപ്പോൾ വെണ്ടയ്ക്ക വാട്ടിയിട്ട് ഇടുകയാണ്. അങ്ങനെ പിന്നെ വെണ്ടയ്ക്കൊക്കെ വാടി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വേഗം കുക്കറിലുണ്ടായിരുന്നത് കഷ്ണങ്ങളൊക്കെ അടുപ്പത്തേക്ക് വെച്ചിട്ട് പുളി പുളി ഒഴിച്ചിരുന്നു, ഞാൻ എടുക്കാൻ മറന്നു. പുളി ഒഴിച്ചിരുന്നു. അങ്ങനെ പുളി ഒന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ തേങ്ങ അരച്ച് പാർന്നു. പിന്നെ ഇങ്ങനെ തിളച്ചാൽ നമ്മൾ സാമ്പാർ റെഡിയായി. അപ്പോഴത്തേക്കും പിന്നെ നമ്മളെ ചോറായിരുന്നു. അപ്പോൾ ചോറ് ഞാൻ വേഗം വാർത്ത് വെച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ അടുപ്പത്ത് തന്നെ മീനൊക്കെ നന്നാക്കി വന്നിരുന്നു. അപ്പോൾ പിന്നെ വേഗം അടുപ്പത്ത് തന്നെ ഞാൻ ഉള്ളിയും തക്കാളിയും വാട്ടാൻ വെച്ചിട്ടുണ്ട്. അടുപ്പിലാകുമ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയും. നമ്മളൊന്ന് ഇടയ്ക്ക് ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ, കാരണം ചൂട് അധികമാവുമല്ലോ. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനത്തെ ഉള്ളി ഇതൊക്കെ വാടി വന്നപ്പോൾ ഞാൻ ഇവിടെ അങ്ങനെ ചിക്കൻ കറി വയ്ക്കണ പോലെ തന്നെ വയ്ക്കാറ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്യാറ്. ഉള്ളിയും തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ട് വാട്ടിയിട്ട് പൊടികൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല അതൊക്കെ ഇട്ടിട്ട് വാട്ടി എന്നിട്ട് പിന്നെ കൂന്തൽ അതിലേക്കിടുകയാണ് ചെയ്യാറ്. അപ്പോൾ കൂന്തൽ ഞാൻ അങ്ങനെ അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചു കേട്ടോ. പിന്നെ ഞാൻ വേഗം അത് സമയം ഒരുപാട് ആയതുകൊണ്ട്
ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ വേഗം ദോശ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ അത് നേരെ എടുത്ത് ഗ്യാസിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടോ. ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ച് വെള്ളം വറ്റിയാൽ മതി. അപ്പോൾ പിന്നെ ഗ്യാസും വരുന്ന വേഗം ആയിക്കോളും. അപ്പോഴേക്കും പിന്നെ ഇവിടെ ദോശ ഉണ്ടാക്കൽ തുടങ്ങി. ഇങ്ങനെ അരി അരച്ചുണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് തേങ്ങയും ജീരകമൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സ്വാദ് ഉണ്ടാവും എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞാൻ ഇങ്ങനെ അരി അരച്ചിട്ട് ഉണ്ടാക്കലില്ല, ഞാൻ പൊടി കലക്കിയിട്ടാണ് ഉണ്ടാക്കൽ. അപ്പോൾ ഇത് കുഴപ്പമില്ല, എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കുറച്ചുകൂടി തേങ്ങയും ജീരകമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നാവുമായിരിക്കും. ഞാൻ അങ്ങനെ ഉണ്ടാക്കി നോക്കാത്തത് കൊണ്ടാണ് എനിക്കത് അറിയാത്തത്. പിന്നെ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് വേറെ ഒന്നും ഉണ്ടാക്കാനില്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. എനിക്ക് ഈ ദോശയോട് പിന്നെ വലിയ താല്പര്യമില്ല കേട്ടോ. ഇനി പൊടി കലക്കിയതാണെങ്കിലും എനിക്ക് ഈ ദോശയോട് വലിയ താല്പര്യമില്ല. എനിക്ക് ഉഴുന്നൊക്കെ ഇട്ട് അരച്ച ദോശയാണ് ഇഷ്ടം. ഇനിയിപ്പോൾ എന്ത് കറി, ചിക്കൻ കറി ആണെങ്കിലും എനിക്ക് വലിയ താല്പര്യമില്ല ആ ദോശയോട്. അങ്ങനെ ദോശ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് ഏട്ടന് കൊണ്ടുപോകാനുള്ളതൊക്കെ ആക്കി കൊടുത്ത് ഏട്ടൻ പോയിട്ടോ. ഏട്ടൻ പോയതിനു ശേഷം പിന്നെ ഞാൻ വേഗം ഇപ്പോൾ പിന്നെ രാവിലെ കുളിച്ചിക്കലില്ല കേട്ടോ. കാരണം ചൂടുകൊണ്ട് രാവിലെ കുളിച്ചിട്ടും ഈ അടുക്കളയിൽ നിൽക്കുമ്പോൾ വലിയ കാര്യമൊന്നുമില്ല. അപ്പോഴേക്കും ഇങ്ങനെ ഒലിച്ചിറങ്ങൽ തുടങ്ങും. പിന്നെ ഞാൻ 2 കുളി കുളിക്കണം. അപ്പോൾ അതിനും വേഗം ഒരു കുളിയിൽ ഒതുക്കുകയല്ലേ. അപ്പോൾ ഞാൻ അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞ് ഒതുക്കിയിട്ട് പിന്നെ വേഗം പോയി കുളിച്ചു കേട്ടോ. എന്നാൽ പിന്നെ വന്നിട്ട് പിന്നെ തുടയ്ക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. തിരുമ്പാളത് ഞാൻ പിന്നെ വാഷിംഗ് മെഷീനിലിടും. തുടയ്ക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ വലിയ കുഴപ്പമുണ്ടാവില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വേഗം കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് പപ്പയ്ക്കും പിള്ളേരൊക്കെ കുളി കഴിഞ്ഞ് വന്നിരുന്നു. അപ്പോൾ അവരുടെ കൂടെ ഞാൻ പിന്നെ ചായ കുടിക്കായിരുന്നു. അങ്ങനെ ചായ കുടി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പാത്രം അമ്മ കഴുകി വെച്ചിരുന്നു. പിന്നെ കുറച്ച് പാത്രം കൂടെ ഉണ്ടായിരുന്നു. അത് ബാക്കി പിന്നെ ഞാനത് കഴുകിട്ടോ. അപ്പോൾ നനയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കൈയൊക്കെ കയറ്റി മുകളിലേക്ക് വെച്ചത്. അല്ലാന്നുണ്ടെങ്കിൽ അത് കഴുകി വരുമ്പോഴേക്കും നമ്മളാകെ നനയും. സത്യം പറഞ്ഞാൽ കുളി കഴിഞ്ഞ് ഒരു പണി എടുക്കണമെന്ന് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. കുളി കഴിഞ്ഞാൽ പിന്നെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കണം, എനിക്കതാണ് ഇഷ്ടം. പിന്നെ ഇപ്പോൾ നമ്മളെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി, അതുകൊണ്ട് പിന്നെ നമുക്കത് ചെയ്യാതിരിക്കാനും പറ്റില്ലല്ലോ. പിന്നെ ഒരുപാട് നേരം വൈകി കുളിച്ചാൽ പിന്നെ നീരിറങ്ങിയാൽ പിന്നെ അത് ആകെ പ്രശ്നമാവും. പിന്നെ ഇല്ലാത്ത അസുഖങ്ങളൊക്കെ കിടന്നുണ്ടാവില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ വേഗം കുളിയൊക്കെ കറക്റ്റ് ടൈമിലായിട്ട് കഴിച്ച് വയ്ക്കും. പിന്നെ ബാക്കിയുള്ളതൊക്കെ സാവധാനം അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിക്കും. പിന്നെ ഇത് കഴുകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ മേത്തിക്കാവുമോ എന്നിങ്ങനെ നോക്കിയിട്ടൊക്കെ വേണം കഴുകാൻ. അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. എന്നാലും വേണ്ടില്ല, അത് കഴുകുക തന്നെ, അല്ലാതെ ഇപ്പം എന്താ ചെയ്യാല്ലേ. അധികമൊന്നുമില്ല, ഞങ്ങൾ കഴിച്ച പാത്രവും പിന്നെ ഒരു കുക്കറും ഒക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. ബാക്കിയൊക്കെ അമ്മ കഴുകിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഉണ്ടായിരുന്നത് ഞാൻ വേഗം കഴുകി എടുക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് അടിച്ചൊരു തന്ന് സഹായിക്കണ്ട കേട്ടോ. കാരണം ഞാൻ അവളോട് ചോദിച്ചിരുന്നു, എനിക്ക് വെച്ചാൽ ജലദോഷമൊക്കെയാണെന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്ക് എന്തൊക്കെ ഒരു സുഖമില്ലായ്മ പോലെ തോന്നി. അപ്പോൾ ഞാൻ അടുത്ത് പറഞ്ഞു, പിന്നെ ചെറുതായിട്ട് ബാക്ക് പെയിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അടുത്ത് ചോദിച്ചു, ഒന്ന് അടിച്ചൊരു തീരൊക്കെ ചോദിച്ചു. അവൾ അടിച്ചൊരു തീരൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ചോദിക്കേണ്ട താമസം അവൾ വേഗം ഞാൻ അടിച്ചൊരു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അടിച്ചൊരു തന്നെനിക്ക് കേട്ടോ. തുടയ്ക്കണമെന്നൊക്കെ ചോദിച്ചിട്ടോ. ഇതിൻ്റെ മുന്നേ ഞാനിങ്ങനെ വയ്യാന്ന് പറഞ്ഞപ്പോൾ അവളേക്ക് അടിച്ചൊരു തുടച്ച് തരുമൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ തുടച്ച് തരുമെന്നൊക്കെ ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ വേണ്ട, തുടയ്ക്കാൻ ഞാൻ തുടച്ചുകൊണ്ട് ഈ അടിച്ചൊരു തന്നാൽ മതി എന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ അവളങ്ങനെ അടിച്ചൊരു തന്ന കേട്ടോ. അപ്പോൾ ഞാനത് വീഡിയോ കണ്ടപ്പോൾ അവൾക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. അവൾക്ക് അങ്ങനെ ഫോട്ടോ എടുക്കുക, വീഡിയോയിൽ വരിക, അതൊന്നും വലിയ ഇഷ്ടമില്ലാത്തൊരു പരിപാടി കേട്ടോ. അവൾക്കത് തോന്നണം, എന്നാൽ മാത്രമേ അവളതൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണം കണ്ടപ്പോൾ അവളത് മാറിക്കട്ടോ, എന്തിനെന്നെ വീഡിയോ എടുത്തു എന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ ഞാൻ മത്തി ഉണ്ടായിരുന്നല്ലോ, മത്തി ഞാൻ വറക്കുകയാണ്. അപ്പോൾ ഞാനത് കുളിക്കുന്നതിൻ്റെ മുന്നേ അതിൽ മസാല പുരട്ടി വയ്ക്കാൻ മറന്നു. അതിൻ്റെ കാര്യം ഞാൻ മറന്നിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വേഗം മസാലയൊക്കെ പുരട്ടിയിട്ട് മത്തി വറക്കാൻ നോക്കുകയാണ്. അങ്ങനെ ഒന്നുമില്ല, വെറും മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഞാൻ ഉപ്പും ഇട്ടിട്ട് വേഗം അതൊരു വറുത്തെടുത്തിട്ടോ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വറക്കാമെന്നാണ് കരുതിയത്.
പിന്നെ വേണ്ട ഇനിയിപ്പോൾ അതൊരു പണിയല്ല കുറച്ച് കഴിഞ്ഞാലും ഈ ഒരു പണിയുടെ കൂടെ തന്നെ അതങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാമല്ലോ. പിന്നെ ആകെ അവിടെയൊക്കെ വറക്കുമ്പോൾ അവിടെയൊക്കെ ആകെ ആവും തുടച്ച് കഴിഞ്ഞിട്ട് വറക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ വേണ്ട അത് അപ്പോൾ തന്നെ വറക്കുക കുറച്ചേ ഉള്ളൂ. അപ്പോൾ പിന്നെ അത് ഇപ്പോൾ തന്നെ വറക്കാമെന്ന് കരുതിയിട്ട് വേഗം വറുത്തു. അങ്ങനെ ഞാൻ വറക്കൽ കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ റാക്കും കാര്യങ്ങളൊക്കെ തുടയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റാക്കൊക്കെ തുടച്ചിട്ട് അതിൻ്റെ അവിടെ ഉണ്ടായിരുന്ന പൊടിയൊക്കെ താഴെ വീണായിരുന്നു. അവളവിടെ അടിച്ചോരി പോയതാണ്. അപ്പോൾ താഴെ വീണത് ഞാൻ ഒന്നും കൂടെ അവിടെ അടിച്ചോരി എടുത്തത് കേട്ടോ. മേലത്തെ പൊടിയൊക്കെ കൂടെ താഴേക്കിട്ട് ചാടിയിരുന്നു. പൊടിയല്ല അവിടുത്തെ കച്ചറകളൊക്കെ. അപ്പോൾ ഞാനത് ആ ഭാഗം മാത്രം ഒന്നുകൂടി കണ്ട് അടിച്ചിട്ടു. എന്നിട്ട് പിന്നെ വേഗം തുടയ്ക്കാൻ പോയി. ഇപ്പോൾ വല്ലാതെ അങ്ങോട്ട് തുടയ്ക്കാനും നിൽക്കണില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഒരു അസ്വസ്ഥത പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഒരൊറ്റ സാധാരണ ഞാൻ രണ്ട് പ്രാവശ്യമൊക്കെ തുടയ്ക്കും കേട്ടോ. ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടെ തുടയ്ക്കും ഞാൻ. എന്നാലേ ഒരു തൃപ്തി വരുള്ളൂ. അപ്പോൾ ഇന്ന് പിന്നെ ഒരൊറ്റ തുടയിൽ ഞാനൊക്കെ ഒതുക്കിയിട്ടുണ്ട്. ഫുള്ള് ഒരു എളുപ്പപ്പണി, ഒരു കള്ളത്തോട മാത്രം, ഒരു കള്ളത്തോട തുടച്ചിട്ട് പോരുകയാണ് ചെയ്തത്. ഞാൻ ഹാളൊക്കെ തുട കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേഗം അടുക്കളയ്ക്കാണ് വന്നത്. അടുക്കളയൊക്കെ തുട കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പണിതിട്ട് വേണം. വാഷിംഗ് മെഷീനിൽ തുണി തിരുമ്പാട്ടായിരുന്നു. അപ്പോൾ ഇനി അതൊന്ന് ഉണക്കണം. അത് കഴിഞ്ഞാൽ ഏകദേശം എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. വേറെ ഇനിയിപ്പോൾ ഒരു പണികളില്ല. ഇന്നിപ്പോൾ വേഗം പണികൾ കഴിഞ്ഞിരുന്നു. ഒരു 10 മണിയൊക്കെ ആയപ്പോഴേക്കും എൻ്റെ പണികളൊക്കെ ഞാൻ കഴിച്ചിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ എന്താ വാഷിംഗ് മെഷീൻ ഉണ്ടാവുകൊണ്ട് ഈ ഒരു കാര്യത്തിനൊരു വലിയ ഉപകാരമാണ് കേട്ടോ. കാരണം നമുക്കൊന്ന് മെയ്യാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് അന്നത്തെ ദിവസം അലക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ പിന്നെ വാഷിംഗ് മെഷീൻ ഉള്ളതുകൊണ്ട് നമുക്കതൊരു ഉപകാരമാണ്. പിന്നെ ഞാൻ ആ തുണി ഇടുക മാത്രമേ ചെയ്തുള്ളൂ കേട്ടോ. ഇത് പിന്നെ മോളാണ് അത് ഫുള്ള് ആൾ ഉണക്കി വെച്ചത്. ഞാൻ പിന്നെ തോരയിടുക മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ തുണിയൊക്കെ ഞാൻ തോരട്ട്. അപ്പോൾ ഏകദേശം എൻ്റെ പണികളൊക്കെ ഒന്ന് കഴിഞ്ഞ് സെറ്റായിട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം പോയിട്ട് അവിടെ ഇരുന്നു. കുറച്ച് നേരം ഫോണിൽ നോക്കിയിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് കടന്നിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫോൺ നോക്കിയിരുന്നപ്പോൾ അവർ എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ച് വരികയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒരു കുഞ്ഞു വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.